ബോറടിച്ചാൽ നമ്മൾ ആ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യും. സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇന്ന് അടുത്ത ദിവസത്തെ ഒരു പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് എങ്ങനെ ബോർഡം, അതായത് ബോറടിക്കില്ല. നമുക്കെല്ലാവർക്കും ബോറടി ഉണ്ടാവുമല്ലോ. ബോറടി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ. അമ്മൂന് ഇഷ്ടമാണോ ബോറടി? ആ ബോറടി എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിയിട്ട് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ നമ്മളെ ശരീരവും നമ്മളെ മൈൻഡും കോൺഷ്യസ് മൈൻഡും എല്ലാം ഇങ്ങനെ വെമ്പൽ കൊള്ളുമല്ലോ. അപ്പോൾ ആ ഒരു ബോറടി നമ്മളെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ, യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ രീതിയിൽ ഞാനിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ അവസാനം ബോറടിക്കും. അങ്ങനെ ബോറടിക്കുമ്പോൾ ആ സ്റ്റേറ്റ് ചിലപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ആക്ടിവിറ്റിനോട് തന്നെ എനിക്ക് ചെറിയൊരു മടുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്. മഹമ്മൂദ് കുറേ ദിവസം ഇംഗ്ലീഷ് പഠനത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിൽ റെക്കോർഡ് ചെയ്ത് അവസാനം ഒരു ബോറടി ഫീൽ ചെയ്തില്ലേ? ആ ബോറടി ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടെൻഡൻസി എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനാണ് തോന്നുന്നത്. അപ്പോൾ സെലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും. അതിന് മുന്നേ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു, എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തു. അങ്ങനെ പഠിച്ച് അതിലൊരു ചെറിയൊരു ബോറടി ഫീൽ ചെയ്യും. കാരണം ഒരേ സാധനം പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി മനുഷ്യ സഹജമാണ് നമുക്ക് ബോറടിക്കുന്നുള്ളത്. അപ്പോൾ ഈ ബോറടിക്കുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടിട്ട് വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കാണ് അത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. ഒരേ കാര്യത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് മേ ബി ഒരു വർഷം ഇട്ടാലാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൽഫുള്ളായി അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായി എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ബോറടി പെട്ടെന്ന് നമ്മൾ ബാധിച്ചാൽ അതിൽ ടൈം സ്പെൻഡ് ചെയ്യും ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലിൽ. അപ്പോൾ അന്ന് പറയാൻ പോകുന്നത് നമുക്ക് ബോറടിക്കുന്നതിന് കാരണം ഒരേ ആക്ടിവിറ്റിനെ റിപ്പീറ്റഡായി ചെയ്യുന്നതുകൊണ്ടാണ്, ഒരേ രീതിയിൽ ചെയ്യും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ബോറടിച്ചാൽ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നാമത്തെ ചോയ്സ് നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി പാടെ നിർത്തുക. അപ്പോൾ റെക്കോർഡിംഗ് ആണെന്നുണ്ടെങ്കിൽ പാടെ നിർത്തുക. നിങ്ങൾ എന്തെങ്കിലും കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പാടെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക. ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് മടുത്തിട്ട് അവസാനം നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് തോന്നി അതിന് ആ കാര്യം ചെയ്യും. ഏകദേശം ആ ബോർഡത്ത് നിന്ന് മാറിയിട്ട് വേറൊരു പുതിയ എക്സൈറ്റിംഗ് ആക്ടിവിറ്റി കാണുമ്പോൾ അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഒരു ആവേശവും കൂടുതലാണ്. ഇപ്പോൾ മണി മേക്കിംഗ് ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് മഹമ്മൂദ് കാണും. ആ മെത്തേഡ് ഇങ്ങനെ ചെയ്ത് നോക്കും. ഇപ്പോൾ പോസ്റ്റർ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റർ മേക്കിംഗ് ഇങ്ങനെ ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്ത് അവസാനം അത് ഭയങ്കര ബോറിംഗ് ആവും. അപ്പോൾ ഏതൊരു ബുക്കിൽ ഞാൻ എഴുതിയൊരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൂലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഒരു കാര്യം റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുള്ളായിട്ട് നിർത്താൻ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നൊരു മടി ഉണ്ടല്ലോ, ഒരു ബോറടി. ആ ബോറഡിനെ ബീറ്റ് ചെയ്തിട്ടും അതിൽ നിൽക്കുന്ന ആൾക്കാരാണ് ട്രൂലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ മൈക്കിൾ ഫെൽപ്സ് പ്രാക്ടീസ് ചെയ്യുന്ന എടുത്ത് നോക്കിയാൽ, നീന്തൽ പ്രാക്ടീസ് എടുത്ത് നോക്കിയാൽ ഡെയിലി എത്ര മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്യുക? അത് ഭയങ്കര ബോറിങ് ആക്ടിവിറ്റി ആയിരിക്കും. ആ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഇത്രയും കാലം ചെയ്യുമ്പോഴാണ് അതിലൊരു എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യുന്നത്. ബോറടിച്ചാൽ നമ്മൾ ആ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?